ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. പ്രതിപക്ഷ ഉപനേതാവ് തർക്കത്തിൽ സിപിഐഎമ്മും നേർക്കുനേർ. എല്ലാം താനെന്ന ഭാവം കമ്മ്യൂണിസ്റ്റിന് ചേർന്നതല്ലെന്നും ഉപനേതാവ് പദവി പിണറായി വിജയന് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ കഴിയില്ലെന്നും സിപിഐ മുഖപത്രം ജനയുഗത്തിലെ ലേഖനത്തിൽ സത്യൻ മൊകേരിയുടെ വിമർശനം. മാതൃക ആക്കേണ്ടവർ മുന്നണി മര്യാദയുടെ ബാലപാഠം മറന്നുവെന്ന് സിപിഐ സെക്രട്ടേറിയറ്റ് അംഗം പി പ്രസാദ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. അർഹതപ്പെട്ടതാണ് ചോദിച്ചതെന്ന് കെ രാജനും വ്യക്തമാക്കി. അതൊരു മുന്നണി മര്യാദയ്ക്ക് ചേരുന്ന ഒരു കാര്യമല്ല. ചർച്ച ചെയ്യാനും ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാനും നിശ്ചയിച്ചിരിക്കുന്ന ഒരു കാര്യത്തിൽ ഏകപക്ഷീയമായ ഒരു നിലപാട് പറയുക, അഭിപ്രായം പറയുക എന്നത് ഒരു മുന്നണിയുടെ നേതാവിന് യോജിക്കുന്നതല്ല. അവിടെ തകർക്കുന്നത് മുന്നണിയിൽ ഉണ്ടാവേണ്ട ഒരു ഐക്യത്തെയാണ്, മുന്നണിയുടെ ഒരു മര്യാദയാണ്. മുന്നണി മര്യാദ എല്ലാവരും പാലിക്കേണ്ട കാര്യമാണ്. പരസ്പരമുള്ള ആശയവിനിമയത്തിലൂടെയും സമവായത്തിലൂടെയുമാണ് മുന്നണിയെ കെട്ടുറപ്പോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. LDFിൻ്റെ കൺവീനറും CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറിയുമെല്ലാം ആ കാര്യം ചർച്ചയിലൂടെ പരിഹരിക്കും എന്ന് പറയുന്നത് അത് വളരെ പോസിറ്റീവാണ്. അതിനപ്പുറത്തേക്ക് പറയുമ്പോൾ അവിടെ ഇല്ലാണ്ടായി പോകുന്നത് നേരത്തെ പറഞ്ഞ ചില ധാരണകളും രീതികളുമാണ്. മാറി മാറി ചോദിച്ചാലും ഈ ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ. അർഹതയല്ലാത്ത ഒന്നും ഞങ്ങൾ ചോദിക്കാറില്ല. ചോദിച്ചത് അർഹതപ്പെട്ടതായതുകൊണ്ട് അക്കാര്യത്തിൽ CPIയുടെ സംസ്ഥാന സെക്രട്ടറി അഭിപ്രായം രേഖപ്പെടുത്തി. അത് ആ കാര്യത്തിൽ തന്നെ ഉറച്ചു വെക്കുന്നു. തുടർ കാര്യങ്ങൾ എന്തുണ്ട് എന്ന് പാർട്ടി കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത്. LDF പിളരാനുള്ള സാധ്യതയുണ്ടോ? അത് തന്നെ ഉത്തരം. സുനിഷ അയ്യലൂർ ചേരുന്നു. സുനിഷ, രാഷ്ട്രീയ കേരളം ഇപ്പോൾ ഏറ്റവും വലുതായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് LDFിലെ ഈ അസാധാരണമായ പ്രതിസന്ധിയാണ്. പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒക്കെ പ്രതികരണം വരികയാണ്. പിണറായി വിജയനെ ചൂണ്ടിക്കാട്ടി പരാമർശങ്ങൾ ഉണ്ടാവുകയാണ്. ചില പാഠങ്ങൾ അറിഞ്ഞിരിക്കണം, അത് പഠിക്കണമെന്ന് പറയുകയാണ്. എന്തൊക്കെയാണ് ഇന്ന് വന്ന പ്രതികരണങ്ങൾ? അതിൽ ഈ വിഷയം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് സുനിഷ? റോഷ്നി, നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ തന്നെ LDFിലെ കൂട്ടായ പ്രവർത്തനത്തിനു വേണ്ടി CPI മുന്നോട്ട് വെച്ചൊരു ആവശ്യമായിരുന്നു ഈ ഉപനേതാവ് പദവി എന്നുള്ളത്. സ്വാഭാവികമായും അന്ന് തന്നെ നമുക്കറിയാം CPM അതിനെ എതിർത്തിരുന്നു. പക്ഷേ CPI ആ ആവശ്യം മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അന്നൊക്കെ തന്നെ ചെറിയ തരത്തിലുള്ള പ്രതികരണം വന്നെങ്കിൽ പോലും ഇത്രയധികം ഈ രാഷ്ട്രീയമായി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിയത് ഇപ്പോഴാണ്. അതിന് കാരണം കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നടത്തിയ പ്രസ്താവനയാണ്. CPMൽ തന്നെയായിരിക്കും ഉപനേതാവ് എന്ന് പറഞ്ഞത്. സ്വാഭാവികമായും ഒരു മുന്നണിയിൽ എടുക്കാത്ത തീരുമാനം അത് പ്രതിപക്ഷ നേതാവ് വന്ന് പറയുന്നു എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് CPI ഇപ്പോൾ അതിരൂക്ഷമായ ഭാഷയിൽ, അതായത് പ്രതിപക്ഷ നേതാവ് ഏത് രീതിയിലാണോ ഒരു പബ്ലിക്കായി വന്ന് പ്രതികരണം നടത്തിയിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ CPI അതേ നാണയത്തിൽ മറുപടി പറയുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. CPMനെ കുറിച്ച് പറയുന്നു അല്ലെങ്കിൽ CPMനെതിരെ പറയുന്നു എന്നതിനേക്കാൾ ഒരു പടി മുകളിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ലക്ഷ്യം വെച്ചുകൊണ്ടുകൂടി CPI പറയുന്നു എന്നത് വേണം കരുതാൻ. കാരണം താൻ മാത്രമാണ് എല്ലാം എന്നൊരു ഭാവം അത് പ്രതിപക്ഷ നേതാവിന് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടാകുന്നത്. അതൊരു കമ്മ്യൂണിസ്റ്റുകാരന് ചേർന്നതല്ല എന്നുള്ളത് CPI ആവർത്തിച്ച് പറയുന്നു. ഒരുപക്ഷെ നമ്മളിപ്പോൾ കേട്ടതുപോലെ P പ്രസാദ് ആയാലും K രാജനായാലും പ്രതികരിച്ചതുപോലെ ഒരു മുന്നണി മര്യാദ ലംഘിച്ചിരിക്കുന്നു എന്നുള്ളതാണ് CPI ആവർത്തിച്ച് പറയുന്നത്. ഒപ്പം തന്നെ ഒരു മുന്നണിക്ക് അകത്ത് വേണ്ട ധാർമ്മികത, ആ ധാർമ്മികതയെ തന്നെ ഇല്ലാതാക്കുന്ന സമീപനമാണ് CPMന്റെ ഭാഗത്തു നിന്നും പ്രധാനമായും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളതാണ് വിമർശനം. ഇപ്പോൾ P പ്രസാദ് അടക്കം പറഞ്ഞതുപോലെ മുന്നണി മര്യാദയുടെ ബാലപാഠങ്ങളൊന്നും അറിയാത്തവരാണോ ഇവർ എന്നുള്ളൊരു ചോദ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ഒരു പക്ഷേ ഇന്നത്തെ ജനയുഗത്തിൽ സത്യൻ മൊകേരി എഴുതിയിരിക്കുന്ന കാര്യങ്ങളിലും കൃത്യമായി പറയുന്നത് അതാണ്. പല ഘട്ടത്തിലും നമ്മൾ തന്നെ കണ്ടതാണ്. മുന്നണിക്കകത്ത് കഴിഞ്ഞ ദിവസം LDFിന്റെ യോഗം നടന്നപ്പോഴെല്ലാം പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകും ഇത് എന്നുള്ളത് പറഞ്ഞതാണ്. അത്തരത്തിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെ എങ്ങനെയാണ് ഒരു CPM മാത്രം ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുക എന്നൊരു ചോദ്യം CPI ഉന്നയിക്കുന്നു. അത് തന്നെയാണ് ആവർത്തിച്ച് ചോദിക്കുകയും ചെയ്തത്. ഒരു മുന്നണി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയ പാർട്ടികളുടെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയമായ ഒരു പൊതു നിലപാട് അല്ലെങ്കിൽ പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒരു മുന്നണി തന്നെ ഉണ്ടാകുന്നത്. ആ മുന്നണിക്കകത്ത് എടുക്കേണ്ട തീരുമാനം ഒരാൾ മാത്രം ഒറ്റയ്ക്കെടുക്കുന്നത് എങ്ങനെയാണ്? അത് LDFിനെ തന്നെ തകർക്കാനുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് ഈ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം മാറില്ലേ എന്നൊരു ചോദ്യം കൂടി CPI മുന്നോട്ട് വെക്കുന്നു. ഏതായാലും പിന്നോട്ടില്ല ഈ വിഷയത്തിൽ എന്നുള്ളത് തന്നെയാണ് CPIയുടെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാകുന്നത്. അവർ ഇപ്പോഴും ആവർത്തിക്കുന്നത് തങ്ങൾക്ക് അർഹതപ്പെട്ട സ്ഥാനമാണ് തങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നും പിന്നോട്ട് പോകില്ല എന്ന് പറയുന്നതിനൊപ്പം തന്നെ
CPM എടുത്തിരിക്കുന്ന ഇപ്പോഴത്തെ നിലപാട്, ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് നടത്തിയിരിക്കുന്ന പ്രസ്താവന, അതൊന്നും മുന്നണിക്കകത്ത് ചർച്ച ചെയ്യാതെ ഒരു പൊതുസമൂഹത്തിൽ വന്ന് പറയുന്ന സമീപനം, അത് മുന്നണി മര്യാദയുടെ ലംഘനമാണ് എന്നത് തന്നെയാണ്. അത് നിലവിൽ ധാർമ്മികതയ്ക്ക് യോജിക്കാത്തത് എന്നുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് വലിയ പ്രതിഷേധവുമായി, അല്ലെങ്കിൽ ഈ പ്രതിഷേധം എന്നതടക്കം വേണമെങ്കിൽ നമുക്കിതിനെ പറയാൻ കഴിയും. കാരണം കൂർപ്പിച്ച വാക്കുകൾ കൊണ്ട് തന്നെ കൃത്യമായി മറുപടി പറയുന്നു CPI എന്നുള്ളതാണ്. നേരത്തെ അടക്കം പ്രതികരണം ചോദിച്ചപ്പോഴൊക്കെ ബിനോയ് വിശ്വം അടക്കമുള്ളവർ പ്രതികരണം നടത്തുമായിരുന്നു. CPIക്ക് ഈ ഉപനേതാവ് പദവി ആവശ്യമാണ്, അത് പറയുമായിരുന്നെങ്കിൽ പോലും കൃത്യമായി CPM-നെ ലക്ഷ്യം വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ ലക്ഷ്യം വെച്ചുകൊണ്ട് കൃത്യമായി കുന്തമുനയിറക്കുന്നത് അത് നമ്മളിപ്പോൾ ആദ്യമായി കാണുകയാണ്. എല്ലാ നേതാക്കളും ഇതിന്റെ ഭാഗമായി രംഗത്തെത്തുന്നു. സ്വാഭാവികമായും കഴിഞ്ഞ ദിവസത്തെ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം അത് CPM-നെ മുറിവേൽപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആ മുറിവേൽറ്റ CPI-യുടെ പ്രതികരണം തന്നെയാണ് ഈ ദിവസങ്ങളിൽ ഇതാ നമ്മൾ കേൾക്കുകയും ചെയ്യുന്നത്. റോഷ്നി, അതാണ് മുറിവേറ്റ CPI ആ പ്രതികരണങ്ങളിലൂടെ അത് വ്യക്തമാക്കുമ്പോഴും CPIM-ന്റെ നിലപാട് എന്താണ്, അതിൽ മാറ്റമില്ലെന്നാണ് മനസ്സിലാകുന്നത്.